പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ തുടർച്ചയായി പ്രവാചകന്മാരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈനർ പ്രോഫറ്റ്സിൽ 4 പ്രോഫറ്റ്സിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 4 ചെറിയ പ്രോഫറ്റ്സിനെ, അതായത് മൈനർ പ്രോഫറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലൊന്ന് ജോന അല്ലെങ്കിൽ യോന എന്ന് പറയും. ഈ ജോന BC 780-നും 800-നും ഇടയിൽ ഉള്ള കാലത്താണ് ജീവിച്ചിരുന്നത്. അതായത് 2-ാം യൊറോബയാമിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു. അന്നാണ് പ്രവചനം നടത്തിയിരുന്നത്. തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ വിട്ടുതിരിഞ്ഞ് അനുതപിക്കുവാൻ നിനവിയിലെ ജനത്തോട് ആഹ്വാനം ചെയ്യണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. എന്നാൽ ആ ദൈവം കൽപ്പിച്ച ദൈവത്തിൻ്റെ കൽപ്പന യോന പക്ഷേ സ്വീകരിക്കുന്നില്ല. യോന തിരസ്കരിക്കുന്നു. നിനവിലേക്ക് പോകുന്നതിന് പകരം അതിന് നേരെ എതിർ ദിശയിലേക്ക് ഒരു കപ്പൽ കയറി പോവുകയാണ്. യോനയുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പോവുകയാണ്. ദൈവം പറഞ്ഞു, നീ നിനവയിൽ ചെല്ലുക. നിനവയിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ നീ അവരോട് പറയണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിൽ മരിക്കും. ഇതാണ് യോനയ്ക്ക് കൊടുത്ത പ്രവചനം. പക്ഷേ യോന അത് പറയാൻ ആഗ്രഹിച്ചില്ല. നിനവയ്ക്ക് പോകുന്നതിന് പകരം നിനവയ്ക്ക് നേരെ എതിരെയുള്ള ഒരു ദേശത്തേക്ക് കപ്പൽ കയറി പോവുകയാണ്. അങ്ങനെ കപ്പൽ കയറി യോന പുറപ്പെട്ടപ്പോൾ കാറ്റും കോളും, അതിശക്തമായ കാറ്റും കോളും തിരമാലകളും കൊണ്ട് കപ്പൽ ആടി ഒലിയാൻ തുടങ്ങി. കപ്പൽ മുങ്ങും, തീർച്ചയായിട്ടും മറിയും എന്ന്, ഈ പായ്ക്കപ്പൽ മറിയുമെന്ന് കപ്പിത്താൻ തീർച്ചപ്പെടുത്തി. ഉടനെ ഈ കപ്പലിനകത്തുള്ള വസ്തുവകളൊക്കെയും എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ടും കപ്പൽ ക്ഷോഭിച്ച് തന്നെ നിൽക്കുകയാണ്. ഈ യാതൊരു വിധത്തിലായ ഒരു ശാന്തതയും കാണുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യോന ഇത് കാണുന്നത്. യോന വിളിച്ചിട്ട് ഈ കപ്പിത്താനെ വിളിക്കും, ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറയും, ഈ കടൽ ക്ഷോഭം നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിയണം. അപ്പോൾ കപ്പിത്താൻ ചോദിച്ചു, അതെന്തിനാണ്? നിങ്ങളെ എറിഞ്ഞാൽ ഈ കടൽക്ഷോഭം നിൽക്കുമെന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ അത് ഉറപ്പ്? അപ്പോൾ യോന പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് അവനനുസരിക്കാതെ നിങ്ങളെ കപ്പലിൽ വന്ന് കയറിയിരുന്നതാണ്. ഞാൻ പോകേണ്ടുന്ന വഴിക്കല്ല നിങ്ങൾ കപ്പൽ പോകുന്നത്. എനിക്ക് പോകേണ്ടത് നിനവയിലേക്കാണ്. പക്ഷേ ഞാൻ അവിടേക്ക് പോകാതെ ദിശ മാറി നിങ്ങളുടെ ഈ കപ്പലിൽ കയറി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ യാത്ര ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ശാന്തമായി സമാധാനമായി യാത്ര ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയണം. അങ്ങനെ യോന നിർബന്ധിച്ചപ്പോൾ ക്യാപ്റ്റൻ ഇദ്ദേഹത്തെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ കടലിലേക്ക് എറിഞ്ഞ യോനയെ ഒരു തിമിംഗലം അപ്പം തന്നെ വിഴുങ്ങുകയാണ്. അങ്ങനെ വിഴുങ്ങി 3 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം കരയ്ക്ക് കൊണ്ടുപോയി ഈ ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്, വൊമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അങ്ങനെ യോന എന്ത് ചെയ്യുന്നു? ദൈവം പറഞ്ഞ പോലെ തന്നെ നിനവയിലേക്ക് പോകുന്നു. അവിടുത്തെ ജനങ്ങളോട് പ്രവചിക്കുന്നു. പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ ഇത് കേട്ടപ്പോൾ, രാജാവും ജനങ്ങളും മൃഗങ്ങളും ഒക്കെ, അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്, പക്ഷിമൃഗാദികളും ജനങ്ങളും എല്ലാവരും ഒരു ദിവസം
ഭക്ഷണവും പാനീയതുമില്ലാതെ അവർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, രാജാവടക്കം എല്ലാവരും. അങ്ങനെ ആ പ്രാർത്ഥന വളരെ കഠിനമായ പ്രാർത്ഥന ആയതുകൊണ്ട് ദൈവം അത് കേൾക്കുന്നു, അവരുടെ ശിക്ഷ മാറ്റിവെക്കുന്നു. വീണ്ടും യോനയ്ക്ക് ദേഷ്യം വന്നു. എന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ പറഞ്ഞ് അയക്കുന്നത്? അവിടെ ഇന്നത് സംഭവിക്കും, അവിടെ നാശം സംഭവിക്കും, നിങ്ങളെല്ലാവരും മരിക്കും എന്ന് എന്നെ കൊണ്ട് പറയിക്കുക. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ട് വരിക, ഉടനെ തന്നെ അവർ പ്രാർത്ഥനയിലിരിക്കുക, അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവരെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഞാൻ ജനങ്ങളുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയും? ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് എൻ്റെ വാക്കിന് എന്ത് വിലയാണുള്ളത്? ഇതാണ് യോനയുടെ തർക്കം. അപ്പം അങ്ങനെയാണ് യോനയും ദൈവം തമ്മിലുള്ളതായ ഒരു പ്രശ്നം, ഒരു തർക്കമുള്ളത് എന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉള്ളൊരു സംഗതികളാണ്. നമ്മുടെ മാതാപിതാക്കളെ നാം ധിക്കരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തുള്ളതായ അനുഭവങ്ങൾ, നാം ദൈവത്തെ അനുസരിക്കാതെ തോന്നിയ പ്രകാരം നടക്കുമ്പോഴുള്ളതായ നമ്മുടെ അനുഭവങ്ങളൊക്കെ, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ യോന. അതാണ് യോനയുടെ ഈ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ദിവസം യോന ഈ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നതിൻ്റെ ആ കിടക്കുന്നതിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞത്, അത് യേശു ക്രിസ്തു മരിച്ച് 3 ദിവസം ഭൂമിക്കടിയിൽ കിടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു സംഭവമാണിതെന്നാണ് ബൈബിൾ പറയുന്നത്. അത് യേശു തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം വായിച്ച് നോക്കിയാൽ കർത്താവ് തന്നെ പറയുന്നു, യോന തിമിംഗലത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്നതുപോലെ ഞാൻ ഈ ഭൂമിക്കടിയിൽ കിടക്കേണ്ടതാകുന്നു, അതിനുശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ യോനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കർത്താവ് ഉപമ ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഈ യോനയുടെ യോന പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത്. അതാണ് അതിൽ പ്രധാനത്തെ ഒരു പ്രതിപാദ്യം. മറ്റൊന്നും തന്നെ യോനയുടെ പ്രവചനത്തിലില്ല. അപ്പോൾ മുൻകൂട്ടി ഈ നിനവയ്ക്ക് വരുന്നതായ ഭക്ഷ്യക്ഷാമം, രോഗം, ഇതെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദൈവം ഇത് യോനയ്ക്ക് അറിയിക്കുന്നു. അങ്ങനെ യോന ഇത് പ്രവചിക്കുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുഭവമാണ് ഈ പറഞ്ഞ ഈ യോന എന്നുള്ള ഈ പ്രവാചക പുസ്തകത്തിലുള്ളത്. മറ്റൊന്നും തന്നെ കാര്യമായിട്ട് ഇല്ല. അപ്പോൾ അത് മത്തായി സുവിശേഷം 12-ാം അധ്യായം ദൈവം ക്ഷമിക്കുക. മത്തായി 12:38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ 11:29 മുതൽ വായിച്ചാലും നമുക്ക് മനസ്സിലാവും. അടുത്തതായി ഇനി 6-ാമത്തെ മൈനർ പ്രോഫറ്റ് എന്ന് പറയുന്ന മൈഖ എന്ന് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, മീഖ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സിക്രിയുടെ മകൻ എന്നാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നത്. സിക്രി എന്ന് പറയുന്നതായ ഒരാളുടെ മകനാണ് ഈ മീഖ. ജനങ്ങളെ ഉപദേശിച്ച് ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി മിഖായെ അന്നത്തെ രാജാവായ യഹോഷാഫാത്ത് നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. മീഖ എന്ന പ്രവാചക പുസ്തകം ഇദ്ദേഹം തന്നെയാണ് എഴുതിയത്. ആമോസ്, യെശയ്യാവ്, ഓശയ എന്നീ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എവിടെയാണ് യേശു ജനിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് പ്രവചനം ലഭിക്കുന്നു.
അത് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ആ ഭാഗം മീഖ 5:1 വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഇതാണ് മലയാളത്തിലുള്ളത്. കുറച്ചുകൂടെ അത് അതിൻ്റെ ഇംഗ്ലീഷിൽ But you, Bethlehem Ephrathah, though you are little among the thousands of Judah, yet out of you shall come forth me the one to be ruler in Israel, whose goings forth are from of old, from everlasting. അപ്പോൾ യഹൂദയ്ക്ക് മറ്റൊരു പേരാണ്, ബേത്ലഹേമിന് മറ്റൊരു പേരാണ് എഫ്രാത്ത എന്ന്. അതാണ് പറയുന്നത്, ബട്ട് യു എഫ്രാത്ത, ദോ യു ആർ ലിറ്റിൽ എമംഗ് ദ തൗസൻഡ്സ് ഓഫ് ജൂഡ, യെറ്റ് ഔട്ട് ഓഫ് യു ഷാൽ കം ഫോർത്ത് ടു മീ ദി വൺ ടു ബി റൂളർ ഇൻ ഇസ്രായേൽ, ഹൂസ് ഗോയിങ് ഫോർത്ത് ആർ ഫ്രം ഓഫ് ഓൾഡ്, ഫ്രം എവർലാസ്റ്റിംഗ്. നീ പണ്ട് മുതലേ ഉള്ളവനാണ്, ഇനി എന്നേക്കും ഇരിക്കേണ്ടവനുമാണ് എന്നും യേശു ക്രിസ്തുവിനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവചനമാണ് അതിലെ ഏറ്റവും മഹത്തായ പ്രവചനം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മിഖാവിന് ഉള്ളതായ മിഖാവിൻ്റെ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. മറ്റു കാര്യമായൊന്നും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. ഇനി അടുത്തത് നഹൂം എന്ന് പറയും, NAHUM, നഹൂം. എൽക്കോഷ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഈ പ്രവാചകൻ അവിടെയാണ് ജനിച്ചത്. യഹൂദദേശത്തിനും നിനവയ്ക്കും വരാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം പ്രവചിച്ചിട്ടുള്ളത്. BC 661 മുമ്പ് ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് അനുമാനിക്കുന്നത്. കൂടുതലായി ഒന്നും തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. ഇനി 8ാമത്തെ പ്രവാചകൻ എന്ന് പറയുന്നത് ഹബക്കൂക്കാണ്. യഹൂദദേശത്തെ കൽദയ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമെന്ന് മുൻകൂട്ടി ഇദ്ദേഹം പ്രവചിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് യഹൂദദേശത്തെ കാൽഡിയൻസ് ആക്രമിക്കാൻ വരുന്നു. അവിടുന്ന് ആക്രമവും അതിനുശേഷമുള്ള മറ്റ് ദുരന്തങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഹോഷിയ രാജാവിൻ്റെ മരണശേഷം ഈ പ്രവചനം പൂർത്തിയാവുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ ഈ ഹബക്കുക്കിനെ കുറിച്ചും പറയാനുള്ളൂ. കാരണം ഇവരൊക്കെ ചെറിയ 1-2 ചെറിയ പ്രവചനം മാത്രമേ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ പ്രവചനമൊക്കെ നടന്നിരുന്നു, പ്രവചിച്ച കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.